ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ പോയിട്ട് ബസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ബിക്കോസ് ഇപ്രാവശ്യം വി ഹാവ് ടു ഗോ ദർ ബൈ കാർ. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ സമയം 6 മണിയാകാൻ പോകുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നേ പോകുന്ന വഴിക്ക് 1-2 പരിപാടികളുണ്ട്. കാറിൻ്റെ ടയർ ഒരെണ്ണം മാറ്റാനുണ്ട്, പിന്നെ അമ്മമ്മേനെ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പണികളുണ്ട്. സാധാരണ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു 9, 10, 11 ആ ഒരു സമയത്തൊക്കെയാണ് രാത്രി പോകാറ്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെയാണ്. ഇന്നൊരു 6 മണി സമയത്താണ് പോകുന്നത്. ബിക്കോസ് അവിടെ പോയിട്ട് നാളെ ഫുൾ ഡേ ഉറക്കൊഴിഞ്ഞ് നിൽക്കാനുള്ളതാണ്. അപ്പോൾ രാത്രിയും ഉറക്കൊഴിഞ്ഞ് രാവിലെ ഉറക്കൊഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. സോ ഞാൻ തന്നെ പറഞ്ഞാണ് കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇപ്പം എനിക്ക് ഉറങ്ങാൻ കുറച്ച് സമയമൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓടിക്കുന്നല്ലേ കട്ട ബ്ലോക്കാണ് ഗൈസ്. എന്തിനാ ബ്ലോക്കാ? ഇല്ല, അതല്ല, പോയി ലേറ്റ് ആവും. നമ്മൾ എന്തായാലും ടയറൊക്കെ മാറ്റാനില്ലേ? നാളത്തേക്ക് വെക്കാൻ പറ്റുമോ? നാളെ വരെ എത്തുമോ? ടയറൊക്കെ മാറ്റിട്ട് പോയാൽ മതിയോ? A few moments later. ഓണായ പോലെ തോന്നി. എനിക്ക് തോന്നി മറ്റേ സൈലൻസറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹോള് വേണം. സൈലൻസർ പോയതായിരിക്കുന്നു. ഞാൻ അടിയിലേക്ക് നോക്കുമ്പോൾ പൊട്ടി വീണ് കിടക്കുന്നു. പിന്നെ പൊന്നളിയാൻ പിന്നെ ഒരു വിധത്തിൽ ഒരച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒരു പറമ്പ് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോഷ, നോക്കറെ വിളിച്ചിട്ട് നോക്കി കാറൊപ്പിച്ച് വരുമായിരിക്കും. അതിന് വന്നു. തിരുവനന്തപുരം വരെ ഓടുവോ? സൈലൻസർ പൊട്ടി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതെങ്ങാനും ഹൈവേന്നാ പറ്റണ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ബ്ലോക്ക് ഉണ്ടാക്കും അറിയില്ല എന്താ ചെയ്യണ്ടെന്ന്. ചേച്ചി, ഹൗ യു ഫീൽ? അടിപൊളി. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. കാരണം കുറേ ലഗേജ് ഉണ്ട്. വേറൊരു ഏട്ടൻ്റെ കാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഗേജ് കുറേ ഉള്ളത് കാരണം ലഗേജ് അപ്പുറത്തെ റോഡിലേക്ക് എത്തിക്കണം. കാരണം ഇവിടെ ബ്ലോക്കായ കാരണം ഇങ്ങോട്ടേക്ക് വണ്ടി വരുന്നില്ല. വണ്ടി വരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെവിടെ എത്തിയേ? അപ്പോൾ നമ്മൾ പോയിട്ട് ബൈക്ക് എടുക്കാൻ പോവാം. വീട്ടിലേക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഫോണും മറന്നു പോയിട്ടുണ്ടായി. അതും കൂടി എടുക്കാമല്ലേ ഗൈസ്? ഇതിലെങ്ങനെ പോകും? ടെൻഷനാണോ? സംഭവമേ ഇല്ല, ചെറുതായിട്ടുണ്ട് ഗൈസ്. അമ്മ പറയുന്ന നെടുവിളാങ്കൂന്ന് കേട്ട് എന്നൊക്കെ. തിരുമ്പി വരുവേ. അത് കറിയാതിരിക്കാൻ പറ്റുമോ? അത് ജീവിയല്ലേ, സാധാരണ നിലയിൽ അതിന്റെ പ്രവൃത്തി നടത്തുന്നത്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇത് ദൈവം കാത്തത് തന്നെയാണ്. കാരണം ഇതെങ്ങാനും റോട്ടിൽ നിന്നാ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. എൻ്റെ ഇവിടെ നന്ദി ബ്രിഡ്ജിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് ഫുള്ള് ബ്ലോക്ക് ഉള്ളത്. നേരെ ഇങ്ങോട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ഈ ചെറിയ റോഡിലൂടെ വരാൻ പറ്റുകൊണ്ട് മഹാഭാഗ്യം. അല്ലേ, പെട്ട് വേറെന്താ അപകടം? ബ്ലോക്ക് പെട്ടാലും സ്പീഡ് പോകുന്ന സമയത്ത് പറ്റിയാൽ രണ്ടാണെങ്കിലും ബ്ലോക്കപ്പെട്ട നാട്ടുകാരുടെ മുഴുവൻ. അതല്ല, നമ്മള് പോകുന്ന വഴിക്ക് വേറെ വല്ല ജില്ലയിൽ ഇത് പറ്റുന്ന നമുക്കൊന്നും ചെയ്യാനില്ല. നൈറ്റിലാണെങ്കിൽ രാത്രിയാണെങ്കിൽ എന്ത് ചെയ്യും? ഭാഗ്യം കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ. പ്രാർത്ഥിച്ചല്ലോ പുറത്തുനിന്ന്. പേടിയുണ്ടോ ഗൈസ്? ഭയപ്പെടാതെ ഗൈസ്. പേടിയില്ല, വരാനുള്ള കഴിഞ്ഞോ?
ഇതിലും വലുതാണ് പറ്റുന്നത്. ഇതിലും വലുത് ഞാനും അച്ഛനും കൂടി ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്ന്. എന്താണ് അതിൻ്റെ കിരീടം അല്ല എന്താന്ന് പറയാം എൻട്രൻസ്. അപ്പം അമ്പലത്തിൽ കയറിയിട്ട് വരാം. അമ്പലം അടച്ചിട്ടേക്കുവാ. അമ്പലത്തിൻ്റെ കവാടം. മഠത്തിൽ ക്ഷേത്രം. അമ്പലമൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. തിരിച്ചിപ്പോൾ റോഡിലെത്തി. ഞാനൊരു തുളസി പറിച്ചു. ഏട്ടനിപ്പം എത്തും. കാർ ഓൺ ദ വേ. ഇതെങ്ങനെ താത്ത ഓടിച്ചല്ലേ ഗീർ കണക്കല്ലേ എവിടെ ഓടിച്ചല്ലേ കുറെ. ഓക്കെ ഞാൻ ഒരു സെറ്റ് പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞു. അമ്മ കഞ്ഞി പറഞ്ഞു. ഇത് കഞ്ഞീൻ്റെ സ്പെഷ്യൽ സലാഡ് തോന്നുന്നു. അതൊന്ന് കഞ്ഞിപ്പുരാഞ്ഞിപ്പുര. ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ്. ബിക്കോസ് വയറ് ഇപ്പം തന്നെ അത് ഇങ്ങനെ ഗർഭിണി ആയിട്ടുണ്ട്. ഗർഭിണികളുടെ കണക്കിന് വയറായിട്ടുണ്ട്. ഇനി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടി പോകും. കുറേ ട്രൈ ചെയ്തു ജിമ്മൊക്കെ. പക്ഷെ തിന്നാന്നല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും കാണാനില്ല. അതല്ലേ ഞാനിപ്പോൾ പറയാൻ വന്നത്. കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരും. ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു 1.5 പൊറോട്ടയെ കഴിച്ചുള്ളൂ. 1.5 പൊറോട്ടയും ഒരു ചില്ലി ചിക്കനും. നല്ല രസമുണ്ട് ഈ ലൈറ്റില്. ഞാൻ വെളുത്തിരിക്കുന്നു. നീലാകാശം വലിവായി നീലേ മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി. ഗൈസ് നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി. ആലപ്പുഴ ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി ഒരു 153 കിലോമീറ്ററിൽ ട്രിവാൻഡ്രം എത്തും. കണ്ണുമയ്ക്കല്ലേ നമുക്ക് 153 കിലോമീറ്റർ പോകാനില്ല. അതിന് മുന്നേ ഒരു 120 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥലത്തുമായിരിക്കും. സാധാരണ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു എറണാകുളമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഭാഗ്യത്തിന് ഇപ്പോൾ ആലപ്പുഴ കഴിയാനായിട്ടുണ്ട്. അത്ര ടയേർഡൊന്നും ആയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ടയേർഡായി. 60 പേര് പോവുക. അയ്യോ പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുകയാണ് കൈ. ബാക്കിൽ നിന്ന് ഓരോ വണ്ടികൾ വരും. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ മാനസികമായി പീഡിപ്പിച്ചു. ഓക്കേ
A few moments later. ഹോസ്പിറ്റൽ ചെക്കപ്പിന് വന്നു. പേടിയുണ്ടോ? അമ്മായി കരയോ? കരഞ്ഞോട്ടെ എന്നാ. എത്ര ഉണ്ടായി അത്? എത്ര ഉണ്ടായി?